നീ എവിടെ പോയതാ? ട്രിപ്പിന് പോയതാ. എത്ര ദിവസം എന്ന് പറഞ്ഞാ പോയത്? 5 ദിവസം. എന്നിട്ട് ഇപ്പൊ എത്ര ആയി? ഒരാഴ്ച. അമ്മയ്ക്ക് എന്തോ വേണ്ടേ? പറങ്ങാൻ പോയി. കയ്യിലെ ചെയിൻ എന്തിയടാ? കയ്യിലെ ചെയിൻ പണയം വെച്ചു. എന്തോത്തിന്? എൻ്റെ കൂട്ടുകാർക്ക് സാലറി കിട്ടാൻ താമസം വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പണയം വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ കൂട്ടുകാർക്കെല്ലാം ജോലിയുണ്ട്, നിനക്ക് മാത്രമേ ഉള്ളൂ ജോലിയില്ല. നീ മാത്രം ഇങ്ങനെ തെക്കുവടക്ക് നടക്കുവാ. എടാ ഈ പണയം എങ്ങനെ എടുക്കൂടാ? അമ്മ ഞാൻ എടുത്തോളാം, ഞാൻ വിറ്റതൊന്നും ഇല്ലല്ലോ, പണയം വെച്ചല്ലേ ഉള്ളൂ. ജോലി കിട്ടുമ്പോൾ എടുക്കും ഞാൻ. അപ്പൊ ഇപ്പോഴൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ നിന്നോട് ഞാൻ എത്ര നാൾ കൊണ്ട് പറയുവാടാ ഗൾഫിൽ പോകുന്നു. നീ എന്താ ഗൾഫിൽ പോവാത്തത്? അമ്മ ഇനി എത്ര കടം ചലച്ചാലും ഞാൻ ഗൾഫിൽ പോകത്തില്ല. ഞാൻ നാട്ടിൽ PS എഴുതിയാൽ നിൽക്കത്തുള്ളൂ. അച്ഛൻ നാട്ടിൽ നിന്നല്ലേ ജോലി ചെയ്തത്, പിന്നെ എനിക്കെന്താ നിന്ന് കഴിഞ്ഞാൽ? എടാ 4 പേർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത് നല്ല ബഹുമാനം കിട്ടുന്ന ഒരു അധ്യാപകനായിരുന്നു നിന്റെ അച്ഛൻ. അത് നിനക്കറിയാമോ? എന്തായാലും ആ ബഹുമാനം എൻ്റെ മോനിലൂടെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കണം. അമ്മ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞ് മോൻ്റെ മുതിന് ആ തഴമ്പ് കാണുമോ? വേണ്ട, തഴമ്പ് വേണ്ട. അച്ഛൻ്റെ 4 ബുദ്ധി അത് വരാവല്ലോ. എനിക്ക് അമ്മയുടെ ബുദ്ധിയാ കിട്ടിയത്, അതുകൊണ്ടാ. കൊള്ളാം. അങ്ങാടി തോറ്റതിന് അമ്മയുടെ മണ്ടയ്ക്ക് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഞാൻ അങ്ങാടിയിൽ അങ്ങ് തോറ്റു. അങ്ങാടി മാത്രമല്ല നീ തോറ്റത്, നീ യൂണിവേഴ്സിറ്റിയിലും തോറ്റു. അതുകൊണ്ട് ആ സപ്ലി എടുത്ത് മര്യാദയ്ക്ക് ഗൾഫിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛൻ്റെ കൂടെ നാട്ടിലിറങ്ങി നടക്കുമ്പോഴേ അമ്മയ്ക്ക് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. എന്തുവായാലും എൻ്റെ പൊന്നുമോൻ്റെ കൂടെ നടക്കുമ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ബഹുമാനം വേണമെങ്കിൽ അമ്മ പഠിക്കണമായിരുന്നു. എന്തായാലും ഞാൻ ഗൾഫിൽ പോകുന്നില്ല. എടാ നിന്റെ പെങ്ങളെ കെട്ടിച്ചതിന്റെ കടം തീർക്കണം. അതുമാത്രമല്ല ഈ വീട് ലോണില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നീ ഗൾഫിൽ പോയേ പറ്റത്തുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. ഞാൻ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. ഇവിടെ കഴിക്കണം എന്ന് പറഞ്ഞു നിനക്കൊരു ജോലി ഇല്ലാതെ എങ്ങനെ എൻ്റെ വീട്ടുകാരോട് പറയുന്നത്? എടി ഞാൻ ഇവിടെയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടെന്ന്, എനിക്ക് താമസിക്കാതെ തന്നെ കിട്ടുമല്ലോ, പിന്നെന്തുവാ? എടാ ഓരോരുത്തർ UK അയർലൻഡിലും ഒക്കെ പോയിട്ട് എന്ത് നന്നായിട്ട് ജോലി ചെയ്യും. നിനക്ക് ദുബായിലെങ്കിലും പോക്കൂടെ? ഞാൻ ദുബായി പോകത്തില്ല. നീ എൻ്റെ അമ്മ ഒരു കണക്കാണല്ലോ, 24 മണിക്കൂറും ഗൾഫിൽ പോകും. ഞാൻ പോകത്തില്ല. ഇവിടെ PS ഒക്കെ എഴുതി ഇവിടെ ജോലി കിട്ടാനുള്ളതേ ഉള്ളൂ. നീ പൊട്ടനാണോടാ? നീ സപ്ലൈ എഴുതി എടുക്കാതെ നീ ഇങ്ങനെ PS എഴുതുന്നത്? എടി അതൊക്കെ കിട്ടും. നീ തന്നെ ആലോചിച്ച് നോക്കി, നമ്മുടെ നാടും നമ്മുടെ ഈ പച്ചപ്പും എൻ്റെ കൂട്ടുകാരെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ഗൾഫിലോട്ട് പോകുന്നത്? എന്നാ പിന്നെ പച്ചപ്പ് ഹരിതാപം ഒക്കെ മതി, എന്നെ നോക്കണ്ട. എടി ജോലി കിട്ടുമടി, നീ ഒന്ന് അടങ്ങ്. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 32. നിന്റെ എത്രാമത്തെ വയസ്സിലാണ് നീ എഞ്ചിനീയറിംഗ് 4th ഇയർ എഴുതിയത്? 22ാമത്തെ. 10 വർഷമാടാ മൊണ്ണ നീ സപ്ലൈ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എഴുതിയെടുത്ത് PSC ജോലിയും കിട്ടും, നാട്ടിൽ നിൽക്കുകയും ചെയ്യും. നീ നോക്കിക്കും. എൻ്റെ വീട്ടുകാർ നല്ല ജോലിയുള്ള ചെക്കനെ നോക്കി കല്യാണം കഴിപ്പിച്ചു വിടും. നീ പോവോ? ഞാൻ പോവും. നീ പോവെങ്കിൽ നീ അങ്ങ് പോ. ചെല്ല്. ഹലോ. അളിയാ എന്തുവാ രണ്ടുകൂടെ? ഞങ്ങളിങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. നീ എവിടെ പോയി? ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരുന്നടേ. എന്താ പറ്റി? എടാ മറ്റേ ആ റഫീഖുമായിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുക. ഏത്? എടാ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അടിപിടിയില്ലേ, അത് ഇതുവരെ തീർന്നില്ലേ? ഇല്ലടാ, അവന്മാരിട്ടങ്ങ് ഇഴപ്പിക്കുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ പരിപാടിക്കൊന്നും പോകല്ലേ എന്ന്. എന്തോ പറയാനാടാ ഓരോ വള്ളി. അത് പറഞ്ഞപ്പോഴാ ഇവളുടെ ബന്ധം മറ്റേ പാർട്ടിക്കാരനല്ലേ. നീ വയ്ക്കോ, ഞാൻ വിളിച്ചോളാം കേട്ടോ. എന്താ വേടേ ഇതേപ്പാണോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും, ജോലിക്ക് പോകണമെന്ന്. എൻ്റെ വീട്ടിൽ അതന്നെ, ജോലിക്ക് പോയി എന്തോ ചെയ്യാനാ, ഈ മണ്ടാരം കിടക്കുന്നോണ്ട്, കേസ് നടക്കുന്നോണ്ടേ. അതെന്തൊരു പാസ്പോർട്ട് വരാത്തേ? എടാ കേസ് നടക്കുന്നോണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ലടാ. കേസും പാസ്പോർട്ടും തമ്മിൽ എന്തുവാടാ ബന്ധം? എടാ നീ എന്താ എല്ലാവരും പറയുന്ന പോലെ നീ ശരിക്കും മൊണ്ണയാണോ? എടാ കേസ് നടക്കുന്നതുകൊണ്ട് എനിക്ക് വിദേശത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെന്ന്. അത് തീരാതെ. വിദേശം എന്ന് പറഞ്ഞ്? എടാ ഇന്ത്യക്ക് വെളിയിലോട്ട് എവിടെയും പോകാൻ പറ്റത്തില്ലെന്ന്. ഗൾഫിലോട്ടൊന്നും പറ്റത്തില്ല? ഗൾഫ് ഇന്ത്യയുടെ വെളിയിലല്ലേടാ മൊണ്ണേ. അപ്പോൾ ഈ അടിപിടി കേസുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നളി, അത് തന്നെയല്ലേ ഞാൻ നിന്നോട് 4 പ്രാവശ്യമായിട്ട് പറയുന്നത്. പറ്റത്തില്ലടേ, കേസ് കിടക്കുമ്പോൾ ഒരു രീതിയിലും പാസ്പോർട്ട് തരത്തില്ല അവന്മാർ. അപ്പോൾ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പുറത്ത് പോവണ്ട. ഉണ്ടാക്കാം, കേസ് ഉണ്ടാക്കിയാൽ പോകണ്ടല്ലോ. എന്തുണ്ടാക്കും? ഉണ്ടാക്കണമല്ലോ. നടത്തടാ. വണ്ടിയിൽ ഇറങ്ങടാ. വണ്ടി എന്തിനാ ഇറങ്ങുന്നേ? നിനക്ക് കാര്യമെല്ലാം പറയടേ. നീ എവിടെ പോയടാ? ഞാൻ പാല് മേടിക്കാൻ പോവാ. ഡ്യൂക്കിനകത്താണോടാ പാല് മേടിക്കാൻ പോകുന്നത്? ഇത് ഡ്യൂക്കിനകത്ത് പാല് കയറത്തില്ല. നീ എന്തിനാണ് എത്ര സ്പീഡിൽ റോഡിൽ കൂടെ പോയത്? എൻ്റെ വണ്ടിയിൽ എനിക്ക് സ്പീഡിൽ വന്നൂടെ? കൂടുതലേ നീ അങ്ങ് വിളയല്ലേ, മൂക്കല്ലേ കയറി. നീ മൂക്കല്ലേ? നീ ഏതാ? നീ എന്നോട് മൂക്കല്ലേ എന്ന് പറയാ? നീ ഏതാ? എന്തുവാടാ നെഞ്ചത്ത് എഴുതി വെച്ചേക്കുന്നത്? ഏതെങ്കിലും കണ്ടവളമാർ ഓരോ ഡയലോഗും പറയും, അത് എഴുതി നെഞ്ചത്ത് വെച്ചോണ്ടങ്ങ് നടന്നോളും. അക്കാവെ പറ്റി പറഞ്ഞാൽ
അക്കയാറ് തളപതി പുതിയ വണ്ടിയാണാടാ. ആണെങ്കിലൊന്നുമില്ല, ആണെങ്കിൽ നമുക്കൊന്ന് കാണേണ്ടി വരും. എന്ത് കാണാനാ? ഇതെന്ത് പട, ഇതെന്ത് ഇത്? യോ എന്റെ വണ്ടി. ഇതെന്ത് പട? മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ എടോ എന്തോ. അയ്യോ എന്ത് പട ഇതൊക്കെ? അയ്യോ എന്റെ വണ്ടി. നിന്റെ നിനക്ക് എന്ത് പടേ വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നീ സ്റ്റേഷനിൽ കൊണ്ടൊരു പെറ്റി കേസ് കൊടുക്കുക. തോട്ടകത്ത് വീട്ടിൽ ദാമോദരൻ്റെയും സാവിത്രിയുടെയും മകൻ നിന്നെ വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി വണ്ടി മൊത്തം തല്ലി പൊളിച്ചു. അത്രയും മതി. പേരെന്നോട് പറഞ്ഞു ചേട്ടാ? ദാമോദരൻ്റെയും സാവിത്രിയുടെയും മകൻ. ദാമോദരൻ സാറിന്റെ മോനാണോ? ദാമോദരൻ സാറിൻ്റെ മകനാണ്. ചേട്ടൻ ഈ ഡിസ്പ്ലേ ഈ 2 ഗ്ലാസ് കളഞ്ഞു ചേട്ടാ, എനിക്ക് കുഴപ്പമില്ല. എടാ ഞാൻ ഇത്രയും തല്ലി പൊളിച്ച് കളഞ്ഞിടാ, നിനക്കൊന്നും കൊണ്ട് കേസ് കൊടുത്തിട്ടാ പയ്യനെ. ചേട്ടാ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വളർന്ന് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ സാറിൻ്റെ വീട്ടുകാർക്കും സാറിനും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഈ ബൈക്ക് എടുത്തോ, എൻ്റെ കുറേ പൈസ ഉണ്ട്, ഞാൻ വേറെ മേടിച്ചോളാം. എൻ്റെ പൊന്നു മോനാടാ, സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു കേസ് കൊടുക്കടാ എൻ്റെ പേരിൽ. നിനക്ക് എന്തുവാടാ ചെയ്തത്? ഞാൻ ഇത്ര വലിയ നിലയിലാവാനും ഇതുപോലുള്ള വണ്ടികളൊക്കെ മേടിക്കാനും കാരണം എൻ്റെ ദാമോദരൻ സാർ. ഇല്ല ചേട്ടാ, ഞാൻ ചെയ്യത്തില്ല. നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ദാമോദരൻ സാറിൻ്റെ മോൻ. സാർ എന്തുവായിരുന്നു, സാറിൻ്റെ മോനായിട്ടൊക്കെ ജനിക്കാൻ പറ്റിയാൽ മതി. ലോകത്തുള്ളവർക്കല്ല എൻ്റെ അച്ഛൻ അധ്യാപകനാന്ന് പറഞ്ഞ് എന്തോത്തിനായി ഇത്ര ബഹുമാനമെന്ന് എനിക്കൊണ്ട് മനസ്സിലാവുന്നില്ല. എല്ലാവരും കൊണ്ട് കേസ് കൊടുക്കുക. നീ എന്താ കുഞ്ഞെ ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ അറിയാവോ? അത് നല്ല ചോദ്യം ഒന്നല്ലോ. എൻ്റെ ദാമോദരൻ്റെ മോനെ പിന്നെ എനിക്കറിയാതിരിക്കുമോ? ദാമോദരനെ അവിടെ അറിയാവോ? എവിടെ പോയി? ഇത് കുറച്ച് കാശാ, ബാങ്ക് വരെ പോകാം, മോടെ കല്യാണമൊക്കെ അല്ലയോ. ഓ കാശാ ഇതില്ലേ? അല്ല ഞാൻ നോക്കിയതാ, കാശ് കാണാണ്ടി കിടക്കട്ടെ. അയ്യോ എന്ത് തോന്നിയാണോ നീ കാണിച്ച? എൻ്റെ മോടെ കല്യാണം മുടങ്ങത്തില്ലടാ. മുടങ്ങട്ടേ, കല്യാണം മുടങ്ങട്ട്. നീ ആകെ നരച്ച് കുരച്ച് പോയല്ലോടാ പട്ടി. എന്തോ വർത്തമാനമൊക്കെ അമ്മാനെ എൻ്റെ മുഖത്തൊക്കെ പറയുന്നത്. ഒന്നല്ലേ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പഠിച്ചല്ലയോ. താനും എൻ്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചു എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലോകപ്പിഴയാ. ഞാൻ ലോകപ്പിഴയും ലോകവാളിയാ. തനിക്ക് പറ്റുമെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. പോ. കേസൊന്നും വേണ്ട, എൻ്റെ ദാമോദരൻ്റെ കുഞ്ഞായി പോയില്ലയോ, എനിക്ക് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? എടോ താൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കണോ? താൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കനാലിൽ ഇപ്പം വെള്ളമില്ല, ഞാൻ ഇറങ്ങി പൈസ എടുത്തു തരാം. കൊണ്ട് കേസ് കൊടുക്കാം. കേസൊന്നും കൊടുക്കണ്ട, മോൻ പൊയ്ക്കോ, ഞാൻ ഇറങ്ങി എടുത്തോളാം. മോൻ പോകില്ല. എടാ ഒരു പെറ്റി കേസെങ്കിലും കൊണ്ട് കൊടുക്കണം. നീ ദാമോദരൻ്റെ കുഞ്ഞല്ലേ മോനെ, നീ പൊയ്ക്കോ. ദാമോദരൻ്റെ കല്യാണം ഞാൻ നടത്തത്തില്ല, തൻ്റെ മോടെ കല്യാണം നടത്തത്തില്ല. തൻ്റെ മോളും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് ഞാൻ നാട്ടിൽ മൊത്തം പറഞ്ഞ് പ്രചരിപ്പിക്കും. കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. മാമ നടത്തി തരും നിങ്ങളുടെ കല്യാണം. മോൻ പറഞ്ഞുണ്ടാക്കിക്കോ. ദാമോദരൻ്റെ കുടുംബത്തിലോട്ട് എൻ്റെ മോളെ കെട്ടിച്ചിടുന്ന എനിക്കൊരു അഭിമാനം. പുറങ്കേക്ക് അടി പഠിക്കാതെ കുറച്ച കളവ എനിക്ക് പോടാ. പറഞ്ഞുണ്ടാക്കുമോ മോനെ? നിയമപാലകരെ നിയമം പഠിപ്പിച്ച നിയമം സ്ട്രോങ്. എന്തോടൂ തനിക്കെന്തോടൂ? താനെന്ത് കാണിച്ച? ഞാൻ ജോലി ചെയ്യുന്നുണ്ടില്ലേ? ഞാനും പലതും ചെയ്തു. ഞാനൊരു ഇന്ത്യൻ പൗരന്. താൻ ഇന്ത്യൻ പൗരനൊക്കെ ആയിക്കോ, ഇതെന്റെ ജോലി, എന്റെ ജോലി തടസ്സപ്പെടുത്തരുത്. തന്റെ ജോലിയും തടസ്സപ്പെടുത്തു, അല്ലെ എന്നെ പിടിച്ച് സ്റ്റേഷനിലിടും. തനിക്ക് എന്താടോ? തനിക്കെന്ത് പാടൂ? കേസാവുന്നത് ചുമ്മാ ഇടോ. കഞ്ചാവ് ഓടിച്ചു കഞ്ചാവിനെ പിടിച്ച് സ്റ്റേഷനിലിടും. കേസാവുന്ന ശരിക്കും കേസാവും. കുഞ്ഞാളിയല്ലേ സുഹൃത്തെ? നിങ്ങൾ എന്നെ പിടിച്ച് സ്റ്റേഷനിലിട്. പട്ടി ഇടാ, പട്ടി ആരാ തെറി വിളിക്കണം നീ? ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ കൃത്യമായിട്ട് തടസ്സപ്പെടുത്തുകയാണ് നീ കാണിക്കുന്നത്. നിനക്ക് എന്തൊരു വാക്കാണ് നിനക്ക്? കേസെടുക്കണം. നീ എന്താ കേസെടുക്കാത്ത? എന്റെ പേര് സുധീഷ്, എന്റെ അച്ഛന്റെ പേര് ദാമോദരൻ, എന്റെ അമ്മയുടെ പേര് സാവിത്രി, എന്റെ വീട്ടു പേര് തോട്ടകത്ത് കളിയിൽ വില. അഡ്രസ് മൊത്തം പറഞ്ഞു. സാറിന്റെ ഏ സാറ്? സാറാ? അച്ഛൻ സാറ് എന്നെ പഠിപ്പിച്ച സാറ്. ദൈവമേ, തെണ്ടി തിരിഞ്ഞ് നടന്ന എന്നെ പിടിച്ച് പോലീസ് യൂണിഫോം അണിയിച്ച സാറാ പഠിപ്പിച്ച്. അതിനെന്തുവാ? അങ്ങനെ അച്ഛൻ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എന്നെ പിടിച്ച് സ്റ്റേഷൻ ഇടുന്നതിന് എന്തുവാ? അല്ല, ആ മനുഷ്യൻ എനിക്കൊരു ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കഞ്ചാടിച്ച് കിളി പയ്യ നടക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. എന്റെ സുഹൃത്തെ, ഞാൻ ലോക പട്ടിയല്ല, ലോക പട്ടി. എന്നെ പിടിച്ച് നിങ്ങൾ സ്റ്റേഷനിൽ ഇട്. സാരമില്ല, ഞാൻ ജീപ്പ് വിളിക്കാം. ജീപ്പ് വിളിക്കാൻ എന്നെ പിടിച്ച് ടൈഗർ വൺസർ പട്ടി. ഒരു മാനസിക റോഡിൽ കിടന്ന് നാളെ ഉണ്ടാക്കുന്ന ജീപ്പ് അത്യാവശ്യം
അതെ ഞാൻ മാനസികരോഗിയാണ്. പെട്ടെന്ന് ഞാൻ ധ്രുവക്കേട് ടൈഗറും അങ്ങനെ വരുന്നില്ല. എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് എന്തൊരു കഷ്ടമാണ് ഇത്. ഒരു പോലീസുകാരന് നല്ലൊരു ക്രിമിനലിനെ കിട്ടിയിട്ട് അയാൾക്ക് വേണ്ടാന്ന് പോലും. പോലീസുകാരനാക്കിയത് എൻ്റെ തന്തയാന്ന്. പോലീസുകാരൻ്റെ കീഴിലിരിക്കുമോ എൻ്റെ അച്ഛൻ? ചുമ്മാതെ നാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഓരോ സൽപ്പേരും ഉണ്ടാക്കി വെച്ചേക്കും എൻ്റെ അച്ഛൻ. എന്തിനിത്ര സൽപ്പേര്? എന്തിനിത്ര സൽപ്പേര്? ஹாய் ஹாய் நண்பா. ഇന്ന് പോടും, அந்த கிறிஸ்டியனை தெரியுமா? ഇന്ന് പോടും. தமிழ் அறியாமோ? എനിക്കൊരു മാങ്ങത്തല്ലേ അറിയത്തില്ല. ഞാൻ തന്നെ പണി വാങ്ങിപ്പോ. அது வந்து இந்த இந்த ஊரில் குருசு வீட்டில் கிறிஸ்டி. നിന്നെ ദാമോദരൻ സാറ് പഠിപ്പിച്ചായിരിക്കും ഇല്ലേ? தெரியாது. ദാമോദരൻ സാറിനെ അറിയത്തില്ലയോ? தெரியாது. നീ ഏത് നാട്ടുകാരൻ? நான் தமிழ்நாடு. അപ്പൊ നിനക്ക് ദാമോദരൻ സാറിനെ അറിയത്തില്ല? தெரியாது. പറ സുഹൃത്തെ, ഇനി നിനക്ക് എന്തോ അറിയണ്ട. அது வந்து இந்த ஊரில் ஒரு கிறிஸ்டி இல்லையா, குருசு வீட்டில் கிறிஸ்டி, அவங்கள வீடங்க. കുരിശില്ലാത്ത വീട്ടിലെ ദാമോദരൻ സാറിനെ നിനക്ക് അറിയത്തില്ല? അറിയില്ല. എന്താണ് ദാമോദരൻ സാറിനെ അറിയാത്തെ? ഈ നാട്ടിലെ എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും അറിയാം. എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ നിനക്കറിയത്തില്ല? വേണ വേണ നീ ബേണാടോ ശബരി എക്സ്പ്രസോ എന്ത് വന്നു വെച്ചാൽ വിളിച്ചു പോടാ. ഏയ് 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 എ ബി സി ഡി എല്ലാം പഠിപ്പിക്കുന്ന ദാമോദരൻ അധ്യാപനം നിനക്കറിയത്തില്ല? ഞാൻ കാട്ടേൻ. ഞാൻ യാരെന്നു കാട്ടേൻ. കേസ് കൊടുക്ക. നീ കാട്ടിത്ത. നീ ഇവിടെ നിൽക്കുക. ഓട്ടോറിക്ഷ പുള്ളിയെ സ്റ്റേഷനിൽ വരെ വിട്. സ്റ്റേഷനിൽ വരെ ഓട്ടോ വിളിച്ചു പോടാ. நான் சொல்கிறேன்டா, நான் சொல்கிறேன், உனக்கு காட்டித்தரேன். അന്യ സംസ്ഥാന തൊഴിലാളിയെ അടിച്ചു അങ്ങനെ പറഞ്ഞ് കേസ് കൊടുത്താൽ മതി. തരേണ്ടാ. കേസ് കൊടുക്കും അവൻ കേസ് കൊടുക്കും. ഞാൻ സുരേഷ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിസയുടെ കാര്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ വരും, കയറി പൊക്കോണം. സുരേഷ് മാമനോട് കയറി അങ്ങ് പോകാൻ പറഞ്ഞാൽ മതി അമ്മ. അതെന്താ നിനക്ക് പോകാൻ പറ്റത്തില്ലേ? ഞാൻ പോകത്തില്ലെന്ന് നേരത്തെ അമ്മയോട് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ വെറുതെ എന്നെ നിർബന്ധിക്കാൻ പോകുന്നത്? നീ പോവുകയും ചെയ്യും, ഇവിടുത്തെ കടം തീർക്കുകയും ചെയ്യും. നീ പോയേ പറ്റത്തുള്ളൂ. ഞാൻ പോത്തുമില്ല. ഇവിടുത്തെ കടം PSC ടെസ്റ്റ് എഴുതി എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ തീർക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അമ്മ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാനിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ആവാൻ പോവാ. അതെന്തുവാ? PSC കിട്ടിയോ നിനക്ക്? PSC കിട്ടില്ല, അതെനിക്ക് കിട്ടും. പക്ഷെ PCC അത് കിട്ടാനേ പോകുന്നില്ല. മര്യാദയ്ക്ക് ഗൾഫിൽ പൊക്കോണം. ജീവിക്കണമെങ്കിൽ ഗൾഫിൽ പോയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇടിനാശ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ഗൾഫിൽ പോത്തില്ല. എന്താ അത്? വിഷുവോ? വിഷുവിന് ചില്ല് വിട്ടുപോന്നേ. എന്തുവാണോ അത്? നീ ടൂറൊന്നും പറഞ്ഞ് വല്ല പാകിസ്ഥാനിലോ വല്ലോ ഒന്ന് പോയത്? ഞാൻ ടൂറൊന്നും പോയില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ സുന്ദരി ബാറിലുണ്ടായിരുന്നു. ഈ സമയത്ത് ചെയിൻ എന്ത് ചെയ്യണം നിന്റെ? എന്റെ കൂട്ടുകാർക്ക് അടിക്കാൻ പറ്റില്ല. എന്തൊരു വിലയാണ്. എന്റെ ടിവിയുടെ ശബ്ദം, എന്റെ വച്ചപ്പെട്ടി പൊട്ടി. അയ്യോ, എന്റെ വാഷിംഗ് മെഷീൻ. എന്തോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഭഗവാനെ, എന്റെ ഫ്ലവർ വേസ് പോയടാ.
എനിക്കറിയത്തില്ലെന്ന്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനില്ലെന്ന് അമ്മ പോട്ടു. തള്ളക്കൊല്ലി ഓടാങ്ങോട്ട്. മക്കളെ സൂക്ഷിച്ചു തന്നെ തറയിലൊക്കെ കുപ്പിച്ചിൽ കിടപ്പുണ്ട്. ஹலோ, யாராவது இருக்கீங்களா? എവനോ? എടാ നിനക്ക് അടി കിട്ടണമെങ്കിൽ കേസ് കൊടുക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് അടിച്ചാ പോരായിരുന്നു. ഞാൻ കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നു. നീ വീട് മൊത്തം നശിപ്പിച്ച് എന്തൊരു മോനാടാ നീ. അത്ര ബുദ്ധി പോയില്ല. ஹலோ, இருக்கீங்களா? ആ Who is the in charge? ഗൃഹനാഥ വത്സല പ്രസന്റ് സാർ. கிரகநாத வல்சலா, தமிழ் அறியாமோ? கொஞ்சம் தெரியும். சொல்லும் கண்ணா. உன் புள்ள உள்ள இருக்கா? என் புள்ள இங்க இருக்கில்ல. ஆரையோ இருக்க வேண்டி எங்காண்டோட்டு போயதா? என்னண்ணா? பொய் சொல்லக்கூடாது. பொய் சொல்லக்கூடாது காதலே. பொய் சொன்னாலும் நீயே என் காதலே. தெரியாது. சோங்கு வேணாம். சத்தியமா சொல்ல, உன் பையன் உள்ள இருக்காங்களா? எங்க பையன் இங்க இல்ல. அவன் எங்கட ஓடி போயிட்டான். கிரகநாத வல்சலா, எந்த அண்ணை? വൈൽഡ് വെസ്റ്റ് മൂവി കണ്ടിട്ടുണ്ടോ? ഇല്ല അണ്ണേ. മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ് എന്താണെന്നറിയാമോ? ഇല്ല അണ്ണേ. മിന്നൽ മുരളി കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. നാട്ടുകാരെ ഒരുവരനെ കടിക്ക് തീ പിടിച്ച്. அந்த கடை மாറ്റി வீட சொல்லு. നാട്ടുകാരെ ഒരുവരനെ വീടിന് തീ പിടിച്ച്. இந்த വീടുക്ക് തീ പോടട്ടുമാ? യോ മക്കളെ അങ്ങനെ പറയല്ലേ. സത്യമായിട്ട് ഇവിടെ ഈ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. മക്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മക്കൾക്കും എന്റെ പ്രായത്തിൽ ഒരു അമ്മ കാണത്തില്ലേ? ആ അമ്മ ഒറ്റയ്ക്കാവുമ്പോ വേറൊരാള് വന്ന് ഇങ്ങനെ വെടി ഉതിർത്ത് കഴിഞ്ഞാ മക്കള് സഹിക്കുവോ? ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ മക്കൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. മക്കളെ അമ്മച്ചിയെ വെറുതെ വിട്, വെറുതെ വിട്. അമ്മയോടൊരു ശകലമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മക്കൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ஒருவேளை நான் இப்போ போகிறேன், ஆனால் அவன் புள்ள கிட்ட சொல்லுங்கோ, அவன் இந்த வீட்டில் காது குத்துனா அவன் உடம்பு இருக்காது. நான் வெட்டி வெட்டி പീസ് ആക്കിടും. ആ വെട്ടണ്ട മക്കളെ. എന്റെ മോനായിട്ട് പറഞ്ഞതല്ലോ, ഇവനെയൊക്കെ തെരഞ്ഞു പിടിച്ച് വെട്ടി വെട്ടി തുണ്ടും തുണ്ടാക്കണം. நான் இப்போ போகிறேன், நான் நாளைக்கு திரும்பி வந்துடுவேன் அவனை கொல்லறதுக்கு. അയ്യോ എന്താണ്ട് പറിച്ചറിഞ്ഞതുപോലെ. അവന്റെ ഒരു കേസും ബുക്കോറും. സമാധാനമായോ നിനക്ക്? ഇന്ന് തന്നെ രാത്രിക്ക് രാത്രി അവന്റെ കണ്ണിപ്പെടാതെ ബോംബയ്ക്ക് വിട്ടോണം സുരേഷ് അണ്ണൻ്റെ അടുത്ത്. അവിടെ നീ ഒരാഴ്ച നിന്നിട്ട് ഗൾഫിൽ കയറി പോക്കണം കേട്ടോ. വിസ ശരിയാക്കി തരും അവന്. പോകാതിരിക്കാനല്ലയോ ഞാൻ ഈ പരിപാടിയൊക്കെ? ആണല്ലയോ? അവന്റെ കൈ കിട്ടി വിട്ട് നൂറ്റി തൊണ്ടാക്കും പോവാതിരിക്കാന്. ചെറുക്ക നീ എന്തൊക്കെയാണോ കാണിച്ചു വെച്ചത്? മനുഷ്യന് നെഞ്ചെടുപ്പ്. സാധനങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടോ? വേണ്ടേ, നീ ഒരു കാര്യം ചെയ്തോണം. അവിടെ പോയിട്ട് ഇപ്പോഴേ ഒന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. എല്ലാ സാധനങ്ങളും ഒന്നേന്ന് നീ വാങ്ങിച്ചോണം. എൻ്റെ ഫ്രിഡ്ജ്, TV, എൻ്റെ പൈസ ശേഖരിക്കുന്ന കുടുക്ക, ഫ്ലവർ വേസ്, വാഷിംഗ് മെഷീൻ, സോഫ, ജന്നല് എല്ലാം പോയി കിടക്കുക. ഇത് വാങ്ങിച്ചിട്ട് ചേച്ചിയുടെ കെട്ടിച്ച് വിട്ട കടവും തീർത്തിട്ടോ ഇങ്ങോട്ട് വരാവൂ കേട്ടോടാ. അമ്മ പറഞ്ഞപ്പോഴേ പോയായിരുന്നെങ്കിൽ എനിക്ക് 6 മാസം കൂടുമ്പോ വരായിരുന്നു. ഇപ്പൊ 6 വർഷം കഴിയാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ അമ്മ. 6 വർഷമോ? അവൻ ചാതെ നീ കാല് കുത്തരുത്. കേട്ടില്ലയോ? വെട്ടം നുറുക്ക് തുണ്ടോ നിന്നെ. ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ. പിന്നെ മക്കളെ, അമ്മയ്ക്ക് ആശ്വസിക്കാൻ ഒരു കാര്യമുണ്ട്. നീ പോയാലും അമ്മയോട് ഒറ്റയ്ക്കാവത്തില്ല. ഈ അയൽക്കാർ ഇത്രയും നല്ല ഒതുക്കവും അടക്കമുള്ള അയൽക്കാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇത്രയും വെടിയുണ്ട പൊട്ടിയിട്ടും തൃശ്ശൂർ പൂരം പൊട്ടുന്നത് പോലെ ഇവിടുത്തെ സാധനങ്ങൾ പൊട്ടിയിട്ടും ഒറ്റയൊരെണ്ണം തിരിഞ്ഞു നോക്കിയില്ല. കണ്ടില്ലയോ? എന്തുവാന്ന് പോലെ അതുങ്ങൾ തിരക്കുന്നില്ല. ഇപ്പോഴും വന്നിട്ടില്ല.
ഇതിലും ഭേദം നീ ഒന്ന് ഒളിച്ചോടി പോകുന്നതായിരുന്നു. അതാവുമ്പോൾ നാളെ ആകുമ്പോൾ 4 പേര് തിരക്കിയേനെ. മക്കൾ പോകാൻ റെഡി ആയിക്കോ. അമ്മേ എല്ലാം എടുത്ത് വെക്കട്ടെ. പച്ച മലയാളി പച്ച പരിഷ്കാരി.